ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. ഓക്കെ, അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക്, പച്ചമുളക്. ഇത്രയും സാധനം നമ്മൾ ചതച്ചെടുക്കണം. നമുക്കിതെല്ലാം കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വാളംപുളി. വാളംപുളി നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഈ വാളംപുളിയിലോട്ട് നമ്മൾ തക്കാളി, ഒരൊറ്റ തക്കാളി മതി, തക്കാളി എടുത്ത് നല്ലോണം ഇതുപോലെ ഞെരടിയിടാം. പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഉണക്കമുളകും കറി ലീവ്സും എടുത്ത് അരിയിൽ വെക്കാം. അടുത്ത് നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ ചതച്ച് വെച്ചിരുന്ന മസാലക്കൂട്ട് നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ ഉണക്കമുളകും കറി ലീവ്സും കൂടി വന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ഇടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ ഇതാക്കി വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത്, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ രസം റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ രസമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.